ഹലോ, നമസ്കാരം. സാമ്പത്തികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. ധനപരമായിരിക്കുന്ന തടസ്സങ്ങൾ, വന്നു ചേരാനുള്ള ധനം നമുക്ക് കിട്ടാതെ ഇരിക്കുക, കടബാധ്യതകൾ ഏറി വരുന്ന അവസ്ഥ ഉണ്ടാവുക, കയ്യിൽ നിന്നും പൈസ ചെലവായി പോകുന്നത് നമുക്ക് അറിയാൻ പാടില്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. എത്രയൊക്കെ ധനമുണ്ടെങ്കിലും അത് ശേഖരിച്ചു വെക്കാൻ, സേവിങ്സ് ആയി വെക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഇതെങ്ങനെ കാണാം? ജ്യോതിഷപരമായ ചില പരിഹാര മാർഗങ്ങളിലൂടെ നമുക്കിത് പരിഹരിക്കാൻ കഴിയും. ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് അലയേണ്ടുന്ന കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഒരു വെറ്റില ഉണ്ടായാൽ മാത്രം മതി. വെറ്റില അഥവാ താമ്പൂലം. താമ്പൂലത്തിന് പ്രത്യക്ഷവും പരോക്ഷമായും ഇരിക്കുന്ന ഗുണങ്ങളുണ്ട്. പ്രത്യക്ഷമായിരിക്കുന്ന ഗുണങ്ങൾ, വെറ്റില എടുത്തൊന്ന് ചവച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിൽ ഉപ്പ് രസമുണ്ടാകും, പുളി ഉണ്ടാകും, ചവർപ്പുണ്ടാകും, എരിവുണ്ടാകും, മധുരമുണ്ടാകും, ചൂടുണ്ടാകും, തണുപ്പുണ്ടാകും. അതുപോലെ തന്നെ ആയുർവേദ വിധിപ്രകാരം ഇതിന് ഔഷധമായി കാണുന്നു. ഗന്ധ സംബന്ധമായിരിക്കുന്ന ഗുണങ്ങൾക്ക്, അതുപോലെ തന്നെ ചില ആയുർവേദ മെഡിസിനുകൾക്ക് വേണ്ടിയിട്ടുമൊക്കെ ഈ താമ്പൂലം ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം താമ്പൂലത്തിന്റെ പ്രത്യക്ഷമായിരിക്കുന്ന ഗുണങ്ങളായി പറയാം. ഇനി പരോക്ഷങ്ങളായിരിക്കുന്നവ, അത് കുറച്ച് സ്പിരിച്വൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. താമ്പൂലത്തിന്റെ അഗ്രഭാഗത്തായി മഹാലക്ഷ്മി കുടികൊട്ടുന്നുവെന്നും, അതിന്റെ മധ്യഭാഗത്ത് സരസ്വതി ഉണ്ടെന്നും, അതിന്റെ പൃഷ്ഠഭാഗം, അതിന്റെ തണ്ടിന്റെ ഭാഗത്ത് ജ്യേഷ്ഠാദേവി ഉണ്ടെന്നും നമ്മൾ പറയുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ളവർ ഈ വെറ്റില മുറുക്കുന്ന സമയത്ത് വെറ്റിലയുടെ ജ്യേഷ്ഠഭാഗം, അതിന്റെ പൃഷ്ഠഭാഗം അത് ഒഴിവാക്കിയിട്ട് മഹാലക്ഷ്മിയുടെ അഗ്രസ്ഥാനം അതിനെ എടുത്ത് ശിരസിലേറ്റി സരസ്വതിയുടെ മധ്യഭാഗത്തെ നല്ല വാക്കിനെ തരട്ടെ എന്നുള്ള സങ്കല്പത്തോടുകൂടി വെറ്റില ചവയ്ക്കുന്ന ആളുകൾ ഉണ്ട്. ഈ താമ്പൂലത്തിൽ മുഴുവനും ദേവതാ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് പറയപ്പെടുന്നു. താമ്പൂലം ശ്രീകരം ഭദ്രം ബ്രഹ്മാ വിഷ്ണു ശിവപ്രിയം. താമ്പൂലം ഏറ്റവും ഐശ്വര്യദായകമാണ്. ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഈ വെറ്റില എങ്ങനെ നമുക്ക് ദാരിദ്ര്യ ദുഃഖങ്ങൾ ഇല്ലാതാക്കി മാറ്റും? നമുക്ക് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ അവർ ചെയ്യേണ്ടത് ഈ ഒരൊറ്റ കാര്യം മാത്രം. ഒരു താമ്പൂലം, അതിനു മുകളിൽ അടയ്ക്കാൻ ഒരു നാണയം. ഇത് എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും വീട്ടിലെ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് വിളക്കിനെ മഹാലക്ഷ്മിയായി സങ്കല്പിച്ചുകൊണ്ട് ഓം ശ്രീയൈ നമ എന്ന് വിളക്ക് തെളിയിക്കുകയും അതിന്റെ മുൻപിലായി ഈ വെറ്റിലയും അടക്കയും നാണയവും കൂടെ ചേർത്ത് ഗണപതി, മഹാഗണാധിപതിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ദാരിദ്ര്യ ദുഃഖ വിനാശം വരുത്തുവാനായി, സാമ്പത്തികമായിരിക്കുന്ന പ്രയാസങ്ങൾ മാറുവാനായി, ഉദ്ദിഷ്ടമായിരിക്കുന്ന സാമ്പത്തിക ലാഭം നമുക്ക് വരുന്നതിന് വേണ്ടി ഈ ഗണപതിയെ സങ്കല്പിച്ച് ഓം വക്രതുണ്ടായ ഹും എന്ന മന്ത്ര ജപത്തോടുകൂടി ഇത് ഈ വിളക്കിന്റെ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് എല്ലാ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ദാരിദ്ര്യ ദുഃഖങ്ങൾക്ക്, നമ്മുടെ ഈ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരുന്നതാണ്.